ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇപ്പോൾ കുറേ ആയിട്ട് ദോശ തന്നെ ഉണ്ടാക്കാറ്. അതായത് ഇവിടുത്തെ അമ്മയ്ക്ക് ദോശയാണ് ഇഷ്ടം. പുട്ടോ ചപ്പാത്തിയോ എന്തുണ്ടാക്കി കൊടുത്തു വെച്ചാലും വേണ്ടാന്നൊന്നും പറയില്ല. പക്ഷെ ഒരു പുട്ടേ കഴിക്കുകയുള്ളൂ. അങ്ങനെ നിർബന്ധം പറയില്ല. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടം ദോശയാണെന്ന് മനസ്സിലാക്കി പിന്നെ ദോശ തന്നെ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ അതാണെങ്കിൽ കൂടുതൽ കഴിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ദോശച്ചട്ടി യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയിൽ നോൺ സ്റ്റിക്കിൻ്റെ ദോശച്ചട്ടി കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയപ്പോൾ പിന്നെ അത് മാറ്റി വെച്ച് വീണ്ടും ഞാൻ ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം എനിക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ദോശച്ചട്ടി കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതാണ് യൂസ് ചെയ്തത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ദോശ കിട്ടുകയും പിന്നെ അതിന് ഉരുളക്കിഴങ്ങിൻ്റെ ഈസ്റ്റ് കറി ഉണ്ടാക്കി. അപ്പോൾ കുറേ ആയി മക്കൾ പറയണു ഇറച്ചി വേണമെന്ന്. അപ്പോൾ വല്ലപ്പോഴും പുറത്ത് പോകുമ്പോൾ കഴിക്കുക എന്നല്ലാതെ ഇറച്ചി വീട്ടിൽ വാങ്ങിക്കാറില്ല. അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ല. അമ്മ ഒരൊറ്റ ഇറച്ചി അമ്മ കഴിക്കില്ല. മീൻ കഴിക്കും, അത് ചെറിയ ചെറിയ മീനുകളൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇറച്ചി തീരെ വാങ്ങിക്കാറില്ല. അതായത് അമ്മയ്ക്ക് ഇനി അതൊരു ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട്, അതിൻ്റെ മണവും ഒക്കെ ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇന്ന് സുനേട്ടനോട് മക്കൾ പറഞ്ഞു, മോള് പറഞ്ഞു എന്തായാലും അപ്പം എനിക്ക് ഇറച്ചിക്കറി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഏതായാലും സുനേട്ട പുറത്ത് പോയി വരുമ്പോൾ ഇറച്ചി വാങ്ങിച്ചു കൊടുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ബീഫാണ്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു ബീഫ് നല്ല മൂത്ത ബീഫാണ്, അപ്പോൾ നന്നായി വേവിച്ചോളൂ, 2 വിസിൽ കൂടുതൽ അടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂട്ടി അടിച്ചു. പിന്നെ നല്ല ഒലർത്തി ചെയ്തേ കേട്ടോ, വരട്ടി ചെയ്തേ. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മുരിങ്ങയിലയും പരിപ്പും കറി വെച്ചു. അപ്പോൾ അത് ഇലക്കറികളാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ ഇഷ്ടം പോലെ മുരിങ്ങക്കായും മുരിങ്ങയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് കറി വെച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.